ഹായ് മക്കളെ നമസ്കാരം. അപ്പോൾ റീനീറ്റിൻ്റെ പ്രിപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളങ്ങനെ +1 അവസാന ടോപ്പിക്കുകളിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റുകളും കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ റിവൈസ് ചെയ്ത് പോയി അത്യാവശ്യം വേണ്ട ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്ത് ആ കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഓടിച്ച് നോക്കാം. എന്നിട്ട് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും വേണം. യെസ്, അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്ക് നോക്കിയാൽ പീരിയോഡിക് മോഷൻ ആൻഡ് ഓസിലേറ്ററി മോഷൻ. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് പീരിയോഡിക് മോഷൻ? എന്താ, ഒരു റെഗുലർ ടൈം ഇൻ്റർവെല്ലിൽ ഒരു മോഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള മോഷനെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് മോഷൻ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സണ്ണിന് ചുറ്റും എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം സണ്ണിന് ചുറ്റും എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ഇൻ്റർവെൽ കഴിയുമ്പോൾ ആഫ്റ്റർ 365 ഡേയ്സ് അത് തിരിച്ച് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അല്ലേ. ഒരു എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറയാം. നമ്മളുടെ ബർത്ത്ഡേ ഒരു പീരിയോഡിക് മോഷനാണെന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി അതൊരു ഇയർ ആണ്, അതായത് വർഷാവർഷം കൂടുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം നിങ്ങൾക്ക്. അപ്പം അങ്ങനെയുള്ള മോഷനെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് മോഷൻ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓസിലേറ്ററി മോഷൻ. ഓസിലേറ്ററി മോഷൻ എന്ന് പറയുമ്പോൾ ഒരു റെഗുലർ ടൈം ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് റെഗുലർ ടൈം ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുകയും പക്ഷേ അവിടുത്തെ മോഷൻ എന്ന് പറയുന്നത് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കും. ഇപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം സ്വിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓണത്തിന് നമ്മൾ ഊഞ്ഞാലിടാറുണ്ടല്ലോ വീട്ടിൽ, സ്വിങ്. ഈ സ്വിങ്ങിങ് അല്ലെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് നിങ്ങൾക്കറിയാം. ഒരു ടൈം ഇൻ്റർവെൽ എടുത്താൽ അത് ഒരു സൈഡിലേക്ക് പോയി തിരിച്ചത് വീണ്ടും അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് തന്നെ എത്തും. അപ്പം റെഗുലർ ടൈം ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുകയും മാത്രമല്ല അത് ടു ആൻഡ് ഫ്രോ മോഷൻ കൂടി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള മോഷനെ വിളിക്കുന്ന പേരാണ് ഓസിലേറ്ററി മോഷൻ. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. എല്ലാ ഓസിലേറ്ററി മോഷനും എന്താണ്? പീരിയോഡിക് മോഷനാണ്. പക്ഷെ എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി മോഷൻ ആകണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, ക്ലിയർ? അപ്പോൾ അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അടുത്തത് നിങ്ങൾ നോക്കിക്കേ, കണ്ടീഷൻ ഫോർ ഓസിലേഷൻ. ആക്ച്വലി വലിയ കാര്യമൊന്നുമില്ല, സിമ്പിളാണ്. നമ്മൾക്കറിയാം, അല്ലെങ്കിൽ കണ്ടീഷൻ ഫോർ SHM ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പെൻഡുലം ഞാനിങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരു പെൻഡുലം ഹാങ് ചെയ്തിട്ടിരിക്കുന്നു. എന്നിട്ട് ഇവനെ ഒരു തീറ്റ ആംഗിൾ ഇങ്ങനെ മൂവ് ചെയ്യിച്ചു. ഒരു തീറ്റ ആംഗിൾ മൂവ് ചെയ്യിക്കും. ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു പെൻഡുലത്തിൻ്റെ കേസ് എടുത്താൽ ഡൗൺവേർഡ് വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, mg. ഈ കാണുന്ന പൊസിഷനെ നമ്മൾ മീൻ പൊസിഷൻ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെയിറ്റിൻ്റെ ഒരു കോമ്പണൻറ്റ്, നിങ്ങൾക്കറിയാം ഈ ആംഗിൾ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വെയിറ്റിൻ്റെ കോമ്പണൻറ്റ് ടുവേർഡ്സ് മീൻ പൊസിഷൻ ആക്ട് ചെയ്യും. ആ മീൻ പൊസിഷനിലേക്ക് ആക്ട് ചെയ്യുന്ന വെയിറ്റിൻ്റെ കോമ്പണൻറ്റിനെ വിളിക്കുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ടുവേർഡ്സ് ഇറ്റ്സ് മീൻ പൊസിഷൻ ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ പെൻഡുലം അങ്ങോട്ട് പോയാലും കുറച്ച് കഴിയുമ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് അവനെ പിടിച്ച് തിരിച്ച് അതേ പൊസിഷനിലേക്ക് കൊണ്ടുവരും. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഒരു ഒബ്ജക്റ്റ് അവിടെ ഓസിലേറ്റ് ചെയ്യണമെങ്കിൽ ദെയർ ഷുഡ് ബി എ റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഒന്നും കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. അപ്പോൾ വളരെ സിമ്പിളി പറയാം, അവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്കറിയാം റീസ്റ്റോറിംഗ് ഫോഴ്സ് അത് എങ്ങോട്ടാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈക്വൽ ടു പ്രപ്പോർഷണൽ ടു -x, അല്ലെങ്കിൽ നമുക്ക് പറയാം അവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈക്വൽ ടു -kx എന്ന് പറയാം. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഇക്വേഷനിൽ നമുക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സിന് എഫിന് ma എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലേ. എന്നിട്ട് ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താണ് നമ്മൾ അവിടുത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. എന്തായിരുന്നു ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഓർമ്മയുണ്ടോ? d²x/dt² പ്ലസ് അല്ലേ ω²x ഈക്വൽ ടു 0. നമുക്കറിയാം ω²x ഈക്വൽ ടു 0. വാട്ട് ഈസ് ω²? എന്ന് പറയുന്നത് k/m ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ω² എന്ന് പറയുന്നത് k/m ആണ്, അല്ലെങ്കിൽ ഒമേഗ എന്ന് പറയുന്നത് √k/m ആണ്. ഒമേഗ എന്ന് പറയുന്നത് √k/m ആണ്. അപ്പോൾ ഈ റിലേഷൻ ബേസിക് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം.
ഇതാണ് അവിടുത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതാണ് കണ്ടീഷൻ ഫോർ SHM. ഇതാണ് അവിടുത്തെ ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ. ദർ ഇസ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ് ടുവേർഡ്സ് മീൻ പൊസിഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിക്കുക മക്കളെ. നിങ്ങളിവിടെ ഞാനിപ്പോൾ എഴുതിയ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ എഴുതിയ എന്താ? d²x ബൈ dt² പ്ലസ് ω²x ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഈ കാണുന്നത് ആരാ? d²x ബൈ dt². വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് നോൺ ആസ് ആക്സിലറേഷൻ, സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ ആക്സിലറേഷൻ ഈക്വൽ ടു എനിക്ക് എന്താ എഴുതാം? ആ ω²x ഇക്വേഷൻ്റെ അപ്പുറത്ത് കൊണ്ടു. അപ്പം മൈനസ് ω²x എന്ന് വിളിക്കാം. അവിടുന്ന് എനിക്ക് പറയാം ആക്സിലറേഷൻ പ്രപ്പോർഷണൽ ടു -x. ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സിലറേഷൻ പ്രപ്പോർഷണൽ ടു -x. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇനി നമ്മൾ ഈ കാണുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ എന്തുണ്ട്? സൊല്യൂഷൻ ഉണ്ട്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് എ സൈൻ ഒമേഗ ടി, എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ഫോർ എക്സാമ്പിൾ പ്ലസ് ഫൈ. ഫൈ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഫൈ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ആണ്. ക്ലിയർ? അപ്പോൾ ഇവനെ ഒരു തവണ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത്, ഇവനെ ഒരു തവണ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dx ബൈ ഡി ടി. എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സൈൻ ഒമേഗ ടി പ്ലസ് ഫൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സൈൻ ഒമേഗ ടിയുടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് ആവും. പക്ഷെ ആ ഒമേഗ ടിയുടെ ഒരു ഒമേഗ അഡീഷണൽ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഒമേഗ കോൺസ്റ്റന്റ് വരുന്നു. കോസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് കിട്ടും. ഇവനെ ഒരു തവണ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് അപ്പോൾ d²x ഡിവൈഡഡ് ബൈ dt² ഈക്വൽ ടു എന്നാ വരും? കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അഗൈൻ സൈൻ ആവും, പക്ഷെ അത് മൈനസ് ആവും. മൈനസ് എ ഒമേഗ² അല്ലേ? മൈനസ് എ ഒമേഗ² സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് കിട്ടും. സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് കിട്ടും അല്ലേ? d²x ബൈ dt² മൈനസ് എ ഒമേഗ² സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ? ഇവിടെ ഇത് ഡിപ്പെൻഡ്സ് ഓൺ ഇവിടെ ആംപ്ലിറ്റ്യൂഡാണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ ജനറൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ട് അത് പീരിയോഡിക് ആണോ അല്ലെങ്കിൽ SHM ഒബേ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഒരു ഇക്വേഷൻ തന്നിട്ട് അത് പീരിയോഡിക് ആണോ അല്ലെങ്കിൽ SHM ഒബേ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ, അങ്ങനെ ഒരു ക്വസ്റ്റൻ ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ആ തന്നിരിക്കുന്ന ഇക്വേഷനെ നമുക്ക് ഒരു തവണ എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഞാനൊരു അഡീഷണൽ പേജ് ആഡ് ചെയ്തോട്ടെ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിവിടെ ശ്രദ്ധിച്ചിരിക്കണം. y is equal to ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ, ആ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനെ, ഡിഫറൻഷ്യൽ ഇക്വേഷനല്ല, ഐ എം സോറി, ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തു, രണ്ടാമത്തെ തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അങ്ങനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അത് പൊസിഷനുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കിയാൽ മതി. കാരണം ഇതാണല്ലോ നമ്മളിപ്പോൾ ഫൈനലി കണ്ടുപിടിച്ച ഒരു കണ്ടീഷൻ, നമ്മൾക്ക് അറിയാവുന്ന കണ്ടീഷൻ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എസ്. അപ്പോൾ ഇക്വേഷൻ നമുക്ക് ഞാനൊരു എക്സാമ്പിൾ പറയുവാണ്. y is equal to a sin omega t. y is equal to a sin omega t. ഇത് SHM ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? SHM ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് കിട്ടേണ്ടത്? SHM ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫൈനലി ആക്സിലറേഷൻ പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്ക് കിട്ടണം. നെഗറ്റീവ് മൈനസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് കിട്ടണം. ഓക്കെ, നമുക്ക് അപ്പോൾ എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ നിങ്ങൾ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടും. v is equal to dy by dt. v is equal to dy by dt. a കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. സൈൻ ഒമേഗ ടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. അപ്പോൾ a ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. ഇവനെ ഒരു തവണ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആക്സലറേഷൻ കിട്ടും. ആക്സലറേഷൻ എന്ന് പറയുന്നത് d²y ഡിവൈഡഡ് ബൈ dt² ആണ്. a കോൺസ്റ്റന്റ് ആണ്. കോസ് ഒമേഗ ടീനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അഗെയിൻ സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. അപ്പോൾ മൈനസ് എ ഒമേഗ² ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. നിങ്ങൾ നോക്കിക്കേ, ഈ കാണുന്ന എയും സൈൻ ഒമേഗ ടിയും നോക്ക്, അതാരാ? എയും സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് y ആണ് അല്ലേ?
എ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് വൈ ആണ്. സോ എനിക്ക് ഇവിടുന്ന് കിട്ടി ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ വൈ ആണ് ആക്സിലറേഷൻ പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് കിട്ടി. അപ്പൊ എനിക്ക് പറയാം ഇതൊരു SHM ഒബേ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചുമ്മാ നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പൊ വീട്ടിലിരുന്ന് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. y ഈസ് ഈക്വൽ ടു a cos 2 ഒമേഗ ടി. a cos 2 ഒമേഗ ടി. എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ ആദ്യം നിങ്ങൾ വെലോസിറ്റി കണ്ടുപിടിക്കുക. dy ബൈ dt ചെയ്യുക. ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് ആക്സിലറേഷൻ ചെയ്ത് നോക്കുക. അതെന്ന് പറയുന്നത് d സ്ക്വയർ y ബൈ dt സ്ക്വയർ ആണ്. നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ആക്സിലറേഷൻ പ്രപ്പോർഷണൽ ടു -y എന്ന് കിട്ടും. -y എന്ന് കിട്ടണം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേടാ മക്കളെ? യെസ്. അതേപോലെ തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട 2-3 കാര്യങ്ങളോട് നമുക്കൊന്ന് പറയാം. യെസ്, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ അത് പലപ്പോഴായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പല പ്രോബ്ലത്തിലും അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഒരു ഐഡിയ ആണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്നത് മീൻ പൊസിഷൻ ആണ് അല്ലേ? ഈ കാണുന്നത് പോസിറ്റീവ് എക്സ്ട്രീം പൊസിഷൻ ആണ്. അതേപോലെ ഈ കാണുന്നത് നെഗറ്റീവ് എക്സ്ട്രീം പൊസിഷൻ ആണ്. ആക്ച്വലി ഇത് ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന റിലേഷൻ ഞാൻ എടുക്കുകയാണ്. y ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. ഉദാഹരണം, ഒരു ഒബ്ജക്റ്റ് ഒറിജിനിൽ നിന്നും ഓസിലേറ്റ് ചെയ്ത് എക്സ്ട്രീം പോയിന്റിൽ എത്തിയെന്ന് വിചാരിക്കുക. ഇവൻ ഇവിടെ നിന്ന് ഓസിലേറ്റ് ചെയ്ത് എക്സ്ട്രീം പോയിന്റിൽ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് y എന്ന് പറയുന്നത്, y എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ അല്ലെ എക്സ് എന്ന് എടുത്താലും മതി, എങ്ങനെ എടുത്താലും പ്രശ്നമില്ല. അവനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് y എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ എങ്ങനെ എഴുതാം? y ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. അപ്പോൾ yക്ക് പകരം എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ എ ഈക്വൽ ടു എ അല്ലേ സൈൻ ഒമേഗ ടി. അപ്പോൾ ഇവിടുന്ന് എ രണ്ടും വെട്ടിപ്പോവും. അപ്പോൾ സൈൻ ഒമേഗ ടി എത്ര കിട്ടും? 1 എന്ന് കിട്ടും. സൈൻ ഒമേഗ ടി 1 കിട്ടണമെങ്കിൽ ഒമേഗ ടിയുടെ വാല്യൂ എത്രയായിരിക്കണം? സൈൻ ഒമേഗ ടി 1 സൈൻ 90 ആണ്. അപ്പോൾ ഒമേഗ ടി എന്ന് പറയുന്നത് π/2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? വാട്ട് ഈസ് ഒമേഗ? ഒമേഗ എന്ന് പറയുന്നത് 2π/t ആണ്. നിങ്ങൾക്കറിയാം ഒമേഗ 2π/t ആണ് ഇൻറ്റു ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു π/2 എന്നാണ്. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാവുന്ന വാല്യൂസ് ആരൊക്കെയാണ്? ഇവിടുന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ഇവിടുന്ന് ഒരു പൈ കട്ട് ചെയ്യാം, ഇവിടുന്ന് ഒരു പൈ കട്ട് ചെയ്യാം അല്ലേ? സോ ഇവിടുന്ന് നിങ്ങൾക്ക് എത്ര കിട്ടും? സ്മോൾ ടി ഈക്വൽ ടു അല്ലേ, സ്മോൾ ടി ഈക്വൽ ടു t/4 എന്ന് കിട്ടും. സ്മോൾ ടി ഈക്വൽ ടു t/4 എന്ന് കിട്ടും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ അത്രയും ഡീറ്റെയിലിംഗ് ഒന്നും ചെയ്യുന്നില്ല. അതായത് മീൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീം പൊസിഷൻ വരെ ഒബ്ജക്റ്റ് ഓസിലേറ്റ് ചെയ്തെടുക്കുന്ന ടോട്ടൽ ടൈമാണ് t/4. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടുന്ന് ഇവിടെ വരെ ഓസിലേറ്റ് ചെയ്യാൻ t/4, തിരിച്ച് t/4, അപ്പോൾ ടോട്ടൽ ടൈം t/2. അത് കഴിഞ്ഞ് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം t/4. അപ്പോൾ 3t/4 അല്ലേ? 3t/4 അല്ലേ? യെസ് അല്ലേ? t/2 അല്ലേ? ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ t/2 പ്ലസ് അഗെയിൻ t/4 അല്ലേ? ഇത് 2 ആണ്, ഇത് 4 ആണ്. യെസ്, 3t/4 എന്ന് കിട്ടും അല്ലേ? കറക്റ്റ് അല്ലേ? അതായത് നെഗറ്റീവ് എക്സ്ട്രീമിൽ എത്താൻ ഫ്രം ദി മീൻ പൊസിഷൻ. എഗെയിൻ അത് ഒറിജിനിൽ എത്തുന്നു അല്ലെങ്കിൽ മീൻ പൊസിഷനിൽ എത്തുന്നു. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് t ആണ്. പക്ഷെ നമുക്ക് പല പ്രോബ്ലത്തിലും പല സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ നോക്കിയാൽ മതി. ഒറിജിനിൽ നിന്നും എ ആംപ്ലിറ്റ്യൂഡിൽ എത്താൻ എടുക്കുന്ന ടൈം t/4 ആണ്. ഈ വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതേപോലെ എഴുതി കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഈ ഒറിജിൻ എന്ന് പറയുന്നത് മീൻ പൊസിഷൻ ആണെന്ന് ഓർത്തോണം. മീൻ പൊസിഷനിൽ നിന്ന് a/2 ഡിസ്റ്റൻസ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ വൈക്ക് a/2 എന്ന് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അതിനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് t/12 ആണ്. അതുപോലെ ആ മിഡ് പോയിന്റ് a/2 എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കും? a/2 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ് a/2. ഓക്കെ. അതുപോലെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് a/√2. ഓക്കെ. അപ്പം ആ a/2 നിന്നും എയിലെത്താൻ ഒരു സമയമുണ്ട്. a/2 നിന്നും എയിലെത്താൻ എടുക്കുന്ന സമയം t/6 ആണ്. a/2 to a t/6 ആണ്. അതുപോലെ 0 നിന്നും
a/√2 വരെ എത്താൻ എടുക്കുന്ന സമയം t/8 ആണ്. ഈ വാല്യൂസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇത് പഠിച്ചു വെക്കണം, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. എവിടെയെങ്കിലും പ്രോബ്ലത്തിൽ നമുക്ക് യൂസ്ഫുൾ ആകുന്നതാണ്. ക്ലിയർ? അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കൃത്യമായിട്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് SHM. ആക്ച്വലി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് SHM എന്ന് പറയുന്നത് എന്താ? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് SHM ആണ് നമ്മൾ എഴുതിയ ആ ജനറൽ ഇക്വേഷൻ അല്ലേ? ജനറൽ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ സൊല്യൂഷൻ എഴുതുന്നുണ്ടല്ലോ. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. യെസ്, ഈ കാണുന്ന ജനറൽ ഇക്വേഷൻ എടുത്താൽ മതി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് SHM എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഫ്രം ദി ഒറിജിൻ ആണെങ്കിൽ ഓർത്തോണം, ഒരു ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ദി ഒറിജിനിൽ നിന്നാണെങ്കിൽ അത് സൈൻ ഫംഗ്ഷനിലായിരിക്കും. ഇനി അവിടെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ +or-5 വരും. ഇനി അത് എക്സ്ട്രീം പൊസിഷൻ ആണെങ്കിൽ അത് കോസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനിൽ വരുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നോക്കി തരാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നിങ്ങൾ നോക്കിക്കുക, എന്താ ചോദിച്ചിരിക്കുന്നത്? A particle execute simple harmonic motion between x is equal to -a and x is equal to +a. If time taken by the particle to go from x is equal to 0 to a/2 is 2 seconds. Okay, 0-ൽ നിന്ന് a/2 വരെ പോകാൻ എടുക്കുന്ന സമയം 2 സെക്കൻഡ് ആണ്. The time taken by the particle going from a/2 to a. നമ്മൾ ഓൾറെഡി ഡയറക്റ്റ് വാല്യൂ പഠിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ അല്ലേ? ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷെ വേണമെങ്കിൽ ഇത് സ്റ്റെപ്പ് വൈസ് എങ്ങനെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ക്വസ്റ്റ്യനകത്ത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് -aക്കും +aക്കും ഇൻ ബിറ്റ്വീൻ ആണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അതിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് 0, ഇതാണ് a, ഈ പോയിന്റ് ആണ് a/2. ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് എന്താ? 0-ൽ നിന്ന് a/2 വരെ 2 സെക്കൻഡ് ആണ്. ഇവിടുന്ന് ഇവിടെ വരെ എത്താൻ എടുക്കുന്ന ടൈം 2 സെക്കൻഡ് ആണ്. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, 0-ൽ നിന്ന് a/2 വരെ എടുക്കുന്ന സമയം, 0-ൽ നിന്ന് a/2 വരെയുള്ള ടൈം t/12 ആണ്. 0-ൽ നിന്ന് a/2 വരെ. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഈ തന്നിരിക്കുന്ന എന്താ? 0 to a/2 എന്ന് പറയുന്നത് t/12 ആണ്. അതിൻ്റെ ടൈമാണ് 2 സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താ? ദ ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ഗോയിങ് ഫ്രം x is equal to a/2 to a. ഇവിടുന്ന് ഇവിടെ വരെ പോകുന്ന ടൈമാണ് വേണ്ടത്. അവിടുന്ന് അവിടെ വരെ പോകുന്ന ടൈമാണ് വേണ്ടത്. ഇവിടുന്ന് നിങ്ങൾക്ക് t പറയാം. t എത്രയാ? t എന്ന് പറയുന്നത് 24 സെക്കൻഡ് ആണ് അല്ലേ? ഇനി a/2-ൽ നിന്നും a വരെ എത്രയാ സമയം? a/2-ൽ നിന്നും a വരെ t/6 ആണ് അല്ലേ? a/2-ൽ നിന്നും a വരെ t/6 ആണ്. നമ്മളത് ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യേണ്ടതാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ട. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ടൈം എന്ന് പറയുന്നത് t/6 ആണ്. അപ്പോൾ നമുക്ക് ആ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. t/6 കണ്ടാൽ മതി. t എത്രയാ? 24 ആണ്, ഡിവൈഡഡ് ബൈ 6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 24/6 എന്ന് കിട്ടി. സോ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 4 സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ? 6 × 4 24 ആണ്. ഓപ്ഷൻ 1 എടുക്കാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു പ്രീവിയസ് ഇയർ JEEയുടെ ക്വസ്റ്റ്യൻ ആണ്. JEEയുടെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ചിലർ ചിലപ്പോൾ ചിന്തിക്കും JEEയുടെ ക്വസ്റ്റ്യൻ എന്തിനാണ്? എന്തായാലും നമ്മൾ നീറ്റ് കുറച്ചുകൂടെ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഈ വർഷം, അതായത് റീനീറ്റിനെ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ചില JEEയുടെ ക്വസ്റ്റ്യൻ അത് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗുണമേ നമുക്ക് ചെയ്യുകയുള്ളൂ. എന്താ ചോദിച്ചിരിക്കുന്നത്? മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ XY പ്ലെയിൻ ഡിസ്ക്രൈബ്ഡ് ബൈ എ സെറ്റ് ഓഫ് ഫോളോയിങ് ഇക്വേഷൻ. x equal to 4 sin pi/2 minus omega t and y equal to 4 sin omega t. The path of the particle will be. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇത് കണ്ടോ? sin 90 minus theta ഫോർമാറ്റിലാണ്. മനസ്സിലാക്കുക, sin pi/2 minus theta അല്ലെങ്കിൽ sin 90 minus theta, that is cos theta. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എഴുതാം x is equal to 4 sin 90 minus theta cos theta എന്ന് എഴുതുക. അപ്പോൾ cos omega t എന്ന് എഴുതാം. അതേപോലെ y given ആണ്, y is equal to 4 sin omega t എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. നിങ്ങൾ ഈ രണ്ട് ഇക്വേഷനൂടെ സ്ക്വയർ ചെയ്തൊന്ന് ആഡ് ചെയ്തേ.
സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ LHSൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ബാലൻസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി ആണ്. അത് 1 ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. റേഡിയസ് 4 ആണെന്ന് പറയാൻ പറ്റും. സോ ഓപ്ഷൻ 1 എടുക്കാൻ പറ്റും. സോ ഓപ്ഷൻ 1 വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. മക്കളെ ഇത് ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാൻ, വ്യക്തമായിട്ട് വായിച്ചു നോക്കുക. A particle is executing simple harmonic motion with a time period 2 second and amplitude 1 centimeter. Time period 2 second ആണ്. Time period 2 second ആണ്. And amplitude 1 centimeter ആണ്. ഓക്കെ, ടൈം പീരീഡ് 2 സെക്കൻഡ്. അപ്പൊ ടോട്ടൽ ടൈം പീരീഡ് 2 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. If d and small d are the total distance and displacement covered by the particle in 12.5 second. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 സെക്കൻഡ് എന്ന് പറയുന്നത് ടൈം പീരീഡാണ്. എന്ന് വെച്ചാൽ ഓരോ ഓസിലേഷൻ എടുക്കുന്ന സമയം. ഇപ്പോൾ ഒരു സിമ്പിൾ പെൻഡലോ ആണ്, അല്ലെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റും ആവട്ടെ, ഇതാണ് മെയിൻ പൊസിഷൻ, ഇതാണ് മെയിൻ പൊസിഷൻ. ഈ മെയിൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീമിൽ പോകണം, തിരിച്ച് എക്സ്ട്രീമിൽ നിന്ന് മീനിലെത്തണം, എന്നിട്ട് ഇത് എക്സ്ട്രീമിലോട്ട് പോകണം, എന്നിട്ട് തിരിച്ച് മീനിലെത്തണം. അതിനെടുക്കുന്ന ടോട്ടൽ ടൈമാണ് 2 സെക്കൻഡ്. ഇനി നമുക്ക് അപ്പോൾ അതിനെടുക്കുന്ന ടോട്ടൽ ടൈമാണ് 2t = 2 സെക്കൻഡ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചേ, ഈ ഇതാണ് മീൻ പൊസിഷൻ. ഈ മീനിൽ നിന്നും എക്സ്ട്രീമിൽ എത്താൻ എടുക്കുന്ന സമയമാണ് 0.5 സെക്കൻഡ്. മീനിൽ നിന്ന് ജസ്റ്റ് എക്സ്ട്രീമിലോട്ട്. കാര്യം ടോട്ടൽ 2 സെക്കൻഡ് അല്ലേ. അപ്പം അങ്ങോട്ട് 0.5, ഇങ്ങോട്ട് 0.5, നടുക്കെത്തുമ്പോൾ 1 സെക്കൻഡായി. അതുപോലെ അടുത്ത എക്സ്ട്രീമിൽ പോയിട്ട് തിരിച്ചെത്തണം, അപ്പോൾ 2 സെക്കൻഡായി. അപ്പം മീനിൽ നിന്ന് എക്സ്ട്രീമിൽ എത്താൻ എടുക്കുന്ന സമയം 0.5 സെക്കൻഡാണ്. ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ക്യാപിറ്റൽ D and small d are total distance and displacement covered by the particle in 12.5 സെക്കൻഡ്. അപ്പം 12.5 സെക്കൻഡ്. ഇങ്ങനത്തെ ക്വസ്റ്റൻ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇത് ചെയ്യാനുള്ള എളുപ്പ വഴി, ഈ 12.5 സെക്കൻഡ് ഞാൻ 12 + 0.5 എന്നങ്ങ് വിളിക്കുക. 12 + 0.5. അതിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം 2 സെക്കൻഡാണ്. അപ്പൊ 12 എന്ന് പറയുന്ന സെക്കൻഡിനെ നിങ്ങൾ 2 സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന സമയം 2 സെക്കൻഡാണ്. അപ്പൊ 12 എന്ന് പറയുന്ന സമയത്തിനെ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 ഓസിലേഷൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതുവരെ ടോട്ടൽ 6 ഓസിലേഷൻ എടുത്തു. ഓക്കെ, ക്ലിയർ? എപ്പോഴാ? ആ ആദ്യത്തെ 12 സെക്കൻഡ് കൊണ്ട്. ഈ 12 സെക്കൻഡ് കൊണ്ട് 6 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളോട് ചോദിച്ചത് എന്താ? ദ റേഷ്യോ ക്യാപിറ്റൽ D ഡിവൈഡഡ് ബൈ സ്മോൾ d ആണ് ചോദിച്ചത്. ക്യാപിറ്റൽ D എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മൊത്തം 6 ഓസിലേഷൻ എടുത്തിട്ടുണ്ട്. ഒരു ഓസിലേഷന് നിങ്ങൾക്കത് മനസ്സിലായോ? ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം 2 സെക്കൻഡാണ്. അപ്പൊ 12 സെക്കൻഡ് കൊണ്ട് 6 ഓസിലേഷൻ എടുക്കും. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന എപ്പോഴാ? ഇവിടെ നിന്ന് എക്സ്ട്രീമിൽ പോകണം, ഒരു ആംപ്ലിറ്റ്യൂഡ് എടുക്കും, തിരിച്ച് ഇങ്ങോട്ടൊരു ആംപ്ലിറ്റ്യൂഡ് എടുക്കും, അപ്പൊ 2a, പിന്നെ തിരിച്ച് എക്സ്ട്രീമിലെത്തും 3a, പിന്നെ തിരിച്ച് മീനിലെത്തും 4a. അപ്പൊ ടോട്ടൽ 4 ടൈംസ് ആംപ്ലിറ്റ്യൂഡ് എടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മീനിലെത്തിയിട്ടേ ഉള്ളൂ. ഇനി ഒരു 0.5 സെക്കൻഡ് കൂടി ഉണ്ട്. അപ്പൊ ഈ 0.5 സെക്കൻഡ് കൊണ്ട് വീണ്ടും അത് തിരിച്ച് എക്സ്ട്രീമിലെത്തും. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഓസിലേഷനിൽ ആംപ്ലിറ്റ്യൂഡ് 4a ആണ്. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ കഴിയുമ്പം ടോട്ടൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് 4a ആണ്. അങ്ങനെയാണെങ്കിൽ 6 ഓസിലേഷനിൽ 6 × 4 24a ആണ്. പിന്നെ 0.5 കൊണ്ട് ഒരു ആംപ്ലിറ്റ്യൂഡ് എടുക്കുന്നു. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 ടൈംസ് ആംപ്ലിറ്റ്യൂഡ് ആണ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഇനിഷ്യൽ, ഇതാണ് ഫൈനൽ. അപ്പൊ ഈ കാണുന്ന ആംപ്ലിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഡിവൈഡഡ് ബൈ a എന്ന് നമുക്ക് എടുക്കാം. ഈ എയും കട്ടായിപ്പോൾ ആൻസർ നമുക്ക് 25 ഓപ്ഷൻ സി എടുക്കാൻ പറ്റും. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. വെലോസിറ്റി ഇൻ SHM. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഞാൻ ഇനി അതിലേക്കൊന്നും കടക്കുന്നില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളിലേക്ക് പോകാം. വെലോസിറ്റി V എന്ന് പറയുന്ന ജനറൽ ഇക്വേഷൻ, V = ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ്. ഇപ്പൊ ഞാൻ x ആക്സിസിൽ ഓസിലേറ്റ് ചെയ്യുന്ന ആളുടെ ഇക്വേഷൻ എഴുതുവാണ്. ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ്
എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. വി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. ക്ലിയർ? വി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ക്ലിയർ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതാണ് മീൻ പൊസിഷൻ, ഇതാണ് എക്സ്ട്രീം പൊസിഷൻ, അല്ലേ? അല്ലേ? യെസ്. അറ്റ് മീൻ ആണെന്ന് വിചാരിക്കുക. അറ്റ് മീൻ ആണെങ്കിൽ എക്സ് എത്ര? എക്സ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി മാക്സിമം ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വി മാക്സ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് എ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഒമേഗ. ദിസ് ഈസ് ദി മാക്സിമം വെലോസിറ്റി. അതേപോലെ തന്നെ നിങ്ങൾ എക്സ്ട്രീം കണ്ടീഷൻ എന്ന് എടുത്തേ. അതായത് ഇവിടെ ഇരിക്കുന്ന ആൾ ഓസിലേറ്റ് ചെയ്ത് ഇവിടെ വരെ എത്തി എന്ന് പറഞ്ഞാൽ അറ്റ് എക്സ്ട്രീം പൊസിഷനിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി അറ്റ് എക്സ്ട്രീം എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പഠിച്ച കാര്യമാണ് വെലോസിറ്റി വി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, വാട്ട് എവർ ഇറ്റ് ഈസ്. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ സ്ക്വയർ ചെയ്ത് വെലോസിറ്റിയുടെ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ നിങ്ങൾ ഇതങ്ങ് സ്ക്വയർ ചെയ്യുക. അപ്പോൾ വി സ്ക്വയർ ഈക്വൽ ടു ആ ഒമേഗ സ്ക്വയർ വരും. അപ്പോൾ ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ? ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഒരു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പോൾ ഇക്വേഷൻ അങ്ങനെ വരും വി സ്ക്വയർ ബൈ ഒമേഗ എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് ഒമേഗ സ്ക്വയർ കട്ടായാൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എന്ന് വരും. അല്ലേ? തെറ്റി. ഒരു മൈനസ് പ്ലസ്. ഇത് മൈനസ് അല്ലല്ലോ, സോറി, ഇത് മൈനസ് അല്ലേ? ഇത് മൈനസ് ആണല്ലോ. അതെ അല്ലേ? കറക്റ്റ് അല്ലേ? ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഒക്കെ ഒമേഗ സ്ക്വയർ കട്ടായി പോയി. സോ ഇവിടുന്ന് എനിക്ക് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇത് വെലോസിറ്റിയും പൊസിഷനോടുള്ള ഇക്വേഷൻ ആണ്. നോക്കി, ഇത് വെലോസിറ്റിയും പൊസിഷനോടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ വെലോസിറ്റിയും പൊസിഷനോട് ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്താൽ ഇത് എന്തിൻ്റെ ഇക്വേഷനാണ് കണ്ടിട്ട് തോന്നിയത്? ഒരു പാരബോളയുടെ ഇക്വേഷൻ ആണ്, അല്ലെ? ഒരു പാരബോളിക് ഷേപ്പ് ആയിരിക്കും. ഷേപ്പ് ഇങ്ങനെ പാരബോള ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബിക്കോസ് എന്താണ്, അത് ഈ ആംപ്ലിറ്റ്യൂഡിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഓക്കെ അല്ലേ? പാരബോളിക് ഷേപ്പ് എങ്ങനെ വേണേലും വരാം. ഇത് പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഇവിടെ വെലോസിറ്റി ആണ്, ഇവിടെ പൊസിഷനാണ്. ഓക്കെ അല്ലേ? ഇവിടെ മാക്സിമം വെലോസിറ്റി ഒമേഗ എ ആയിരിക്കും, ഇവിടെ മൈനസ് ഒമേഗ എ ആയിരിക്കും. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഗ്രാഫ് അവർക്ക് ചോദിക്കാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ? അതേപോലെ തന്നെ വെലോസിറ്റിനെ ഒരു തവണ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് ആക്സലറേഷൻ കിട്ടും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്, അല്ലെങ്കിൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ വൈ ആണ്. എന്നെങ്കിൽ ആക്സലറേഷൻ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് അല്ലെങ്കിൽ മൈനസ് ഒമേഗ സ്ക്വയർ വൈ. നമ്മൾ പഠിക്കേണ്ടത് ആക്സലറേഷൻ പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് അല്ലെങ്കിൽ മൈനസ് വൈ. പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു കാര്യം കൂടി പെട്ടെന്നൊന്ന് കണക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. യെസ്, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നും അല്ല. അതായത് നമ്മൾ പഠിച്ചത് പൊസിഷൻ y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെലോസിറ്റി കിട്ടും എ ഒമേഗ കോസ് ഒമേഗ ടി. അത് കഴിഞ്ഞ് അവനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആക്സിലറേഷൻ കിട്ടും മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി. നമുക്ക് 2-3 കാര്യങ്ങൾ ഇവിടുന്ന് നോക്കി വെക്കാവുന്നത്. നിങ്ങളിവിടെ നോക്കിക്കേ, പൊസിഷനും ടൈമോടുള്ള ഗ്രാഫ്. അതായത് ഇവിടെ പൊസിഷനും
ഇവിടെ ഞാൻ ടൈമും പ്ലോട്ട് ചെയ്യുക. ഇത് നിങ്ങൾ നോക്കിയാൽ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അത് ഒരു സൈൻ ഫംഗ്ഷൻ ഗ്രാഫാണ്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ഇതാ ഇങ്ങനെ ഇരിക്കും അല്ലേ? ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വെലോസിറ്റിയും ടൈമോടുള്ള ഗ്രാഫ്. ഇതൊക്കെ എക്സാമിന് വേണേൽ ചോദിക്കാവുന്നതാണ്, എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും രീതി ചോദിക്കാമല്ലോ. വെലോസിറ്റിയും ടൈമോടുള്ള ഗ്രാഫ്. അപ്പോൾ ഇത് കോസ് ഫംഗ്ഷൻ ആണ്, എക്സ്ട്രീമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ വെലോസിറ്റിയും ടൈമോടുള്ള ഗ്രാഫ് എന്ന് പറയുമ്പം ഇങ്ങനെ ആയിരിക്കും. ക്ലിയർ ആണോ? ഇങ്ങനെ ആയിരിക്കും. യെസ്. ഇനി അതേപോലെ തന്നെ നമ്മളോട് വേണമെങ്കിൽ ആക്സിലറേഷനും ടൈമോടുള്ള ഗ്രാഫ് ചോദിക്കാം. ആക്സിലറേഷനും ടൈമും ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് സൈൻ ഫംഗ്ഷൻ ആണ്, ഇതും സൈൻ ഫംഗ്ഷൻ ആണ്, പക്ഷെ ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ അത് ഇൻവേർട്ട് ചെയ്യും, ഗ്രാഫ് ഇങ്ങനെ വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രാഫുകളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഐഡിയ ഒക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടി എന്ന വിശ്വാസത്തോടെ നമുക്ക് 1-2 ക്വസ്റ്റ്യൻ വെലോസിറ്റി ആക്സിലറേഷനായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യുന്ന 1-2 ക്വസ്റ്റ്യൻ നോക്കി വരാം. എന്താ ചോദിച്ചിരിക്കുന്നത്? ദ പൊസിഷൻ, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആർ ഫൗണ്ട് ഇൻ മാഗ്നിറ്റ്യൂഡ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ പൊസിഷൻ തന്നിട്ടുണ്ട് x is equal to 4 അല്ലേ? x is equal to 4 പൊസിഷൻ തന്നിട്ടുണ്ട്. അതുപോലെ വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലേ? പൊസിഷൻ, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആണ് ഓർഡറിൽ. അപ്പോൾ വെലോസിറ്റി തന്നിട്ടുണ്ട് 2 അല്ലേ? വെലോസിറ്റി തന്നിട്ടുണ്ട് 2, ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 16. At a certain instant the amplitude of motion is root x, where x is amplitude of the motion. ഏത് ഇക്വേഷൻ എടുക്കാം? v equal to omega into root of a square minus x square. ഓക്കെ, v എത്രയാണ്? v എന്ന് പറയുന്നത് എത്രയാ? 2 ആണ്. ഒമേഗ തന്നിട്ടുണ്ടോ? ഒമേഗ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. ആക്സിലറേഷൻ എത്രയാ? 16 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഈ 4ഉം 16 കട്ട് ചെയ്താൽ 4 എന്ന് കിട്ടും. സോ അവിടുന്ന് ഒമേഗ നമുക്ക് 2 എന്ന് കിട്ടും. ഒമേഗ 2 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഒമേഗ 2 ആണ്. 2 ഇൻറ്റു റൂട്ട് ഓഫ്, നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ, എക്സ് എത്ര? 4 അല്ലേ? എക്സ് 4 അല്ലേ? അപ്പോൾ 4ന്റെ സ്ക്വയർ 16 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2ഉം കട്ട് ചെയ്ത് കളയാം. നിങ്ങൾ സ്ക്വയർ റൂട്ട് മാറ്റാൻ സ്ക്വയർ ചെയ്തത്. അപ്പോൾ 1 ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 16 എന്ന് കിട്ടും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ 17 എന്ന് കിട്ടും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് റൂട്ട് 17 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചത് എന്ത് കാണാനാ? ആംപ്ലിറ്റ്യൂഡ് റൂട്ട് എക്സ് ആണെങ്കിൽ എക്സ് എത്ര? അപ്പോൾ എക്സിൻ്റെ വാല്യൂ 17 ആണെന്ന് പറയാം. എക്സിൻ്റെ വാല്യൂ 17 ആണെന്ന് പറയാം. നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ചോദിച്ചിരിക്കുന്നത്? എ പാർട്ടിക്കിൾ ഈസ് ഡൂയിങ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് 0.06 മീറ്റർ ആൻഡ് ടൈം പീരീഡ് 3.14 സെക്കൻഡ്. മാക്സിമം വെലോസിറ്റി വി മാക്സ് എന്ന് പറയുന്നത് എ ഒമേഗ ആണെന്ന് നമുക്കറിയാം. ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0.06 ആണ്. ഇനി ഒമേഗ കൂടി കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ഒമേഗ? ഒമേഗ കാണാൻ നിങ്ങൾക്ക് 2πf അല്ലെങ്കിൽ 2π/t എടുക്കാം. 2π/t എടുക്കാം. സോ 2π/t എത്രയാ? ടൈം പീരീഡ് തന്നിട്ടുണ്ട് 3.14. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ പൈയും 3.14 കട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒമേഗ 2 എന്ന് കിട്ടും. സോ അതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു 2 6 ഇൻറ്റു 2 12 ആണ്. അപ്പം 0.12 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് 12 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 12 എന്ന് കിട്ടും. ആൻസർ ഈസ് 12. ഇത് ആക്ച്വലി ജെയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ന്യൂമറിക്കൽ ടൈപ്പാണ്. അപ്പോൾ അതാണ് ഓപ്ഷൻസ് ഇല്ലാത്തത് എന്ന സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? ഐഡിയ ക്ലിയർ ആണോ നിങ്ങൾക്ക് ഇത്? യെസ്. അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. എനർജി ഓഫ് എസ് എച്ച്. ഇതൊക്കെ വളരെ സിമ്പിളാണ്, വലിയ കാര്യമൊന്നുമില്ല. എനർജി ഓഫ് എസ് എച്ച്.
യെസ്, ഇവിടെ നിങ്ങൾ നോക്കി. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കുക, ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അത്ര വലിയൊരു ഡിഫിക്കൽട്ട് ചാപ്റ്റർ അല്ല. നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാറുള്ളൂ. യെസ്, നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. എനർജി ഓഫ് എസ് എച്ച്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് മീൻ പൊസിഷനാണ്, ഇത് മീൻ പൊസിഷനാണ്, ഇത് എക്സ്ട്രീം പൊസിഷനാണ്, ഇത് നെഗറ്റീവ് എക്സ്ട്രീം ആണ്. നമുക്കറിയാം ഇവിടുത്തെ മാക്സിമം വെലോസിറ്റി അറ്റ് മീനിൽ വെലോസിറ്റി മാക്സിമം ആയിരിക്കും. അപ്പം മീൻ പൊസിഷനിൽ വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി എന്ന് പറയുന്നത് എ ഒമേഗയാണ്. എ ഒമേഗയാണ്. നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ്. ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പോൾ വി കെ ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കൈനറ്റിക് എനർജി കിട്ടും ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഇനി മനസ്സിലാക്കേണ്ട ഒരു അറ്റ് മീൻ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പൊട്ടൻഷ്യൽ എനർജി സീറോയാണ്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ്. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. അത് പഠിച്ചു വെക്കുക. ഇനി ഇവിടുന്ന് വേറൊരു റിലേഷനോടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റും. അപ്പം ടോട്ടൽ എനർജി എപ്പോഴും കൺസർവ്ഡ് ആണ്, നമുക്കറിയാം. അപ്പം നിങ്ങൾ എക്സ്ട്രീം പൊസിഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? കൈനറ്റിക് എനർജി സീറോ ആയിട്ട് മാറും. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആയിട്ട് മാറും. അതായത് ടോട്ടൽ എനർജിയോട് ഇക്വലൻ്റ് ആണ്, അത്രേ ഓർത്താൽ മതി. ഓക്കെ, അതാണ് നമ്മൾ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നൊക്കെ വിളിക്കുന്നത്. കാര്യം എന്താ? നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇപ്പം ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് കെ ബൈ എം ആണ്, അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് സിംപ്ലി കെ ബൈ എം എന്ന് എടുക്കാം. അപ്പം നിങ്ങൾ ഈ ഒമേഗയ്ക്ക് കെ ബൈ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ കാണുന്ന കെ ബൈ എം ഇവിടെ ഒമേഗ സ്ക്വയറിനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനർജിയുടെ ഇക്വേഷൻ എന്നാ വരും? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഹാഫ് എം ഇൻറ്റു തെറ്റിപ്പോയി. ഹാഫ് എം ഇൻറ്റു കറക്റ്റാണ് ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കെ ബൈ എം വരും ഇൻറ്റു എ സ്ക്വയർ എന്ന് വരും. സോ എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ എ സ്ക്വയർ എന്ന് എഴുതാം അറ്റ് എക്സ്ട്രീം പൊസിഷൻ. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ എ സ്ക്വയർ ആണ്. ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. എനർജി ഈസ് കൺസർവ്ഡ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാവുന്ന ഒരു ഐഡിയ എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമിന് പലതവണ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് മീൻ പൊസിഷൻ ആണ്, ഇതെന്ന് പറയുന്നത് എക്സ്ട്രീം പൊസിഷൻ ആണ്. ഓക്കെ, അതേപോലെ മീനിൽ നിന്നും ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരെയുള്ള ദൂരം ഞാൻ എടുക്കുകയാണ്. ഈ ഡിസ്റ്റൻസ് a/2 ആണ്. ഈ ഡിസ്റ്റൻസ് അപ്രോക്സിമേറ്റ്ലി a/√2 ആണ്. a/√2 ആണ്. അപ്പം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിലേക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. പക്ഷെ ഇപ്പം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ ഓർത്താൽ മതി, ഇഫ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് y എന്ന് പറയുന്നത് a/√2 ആണെങ്കിൽ, ഡിസ്പ്ലേസ്മെന്റ് y എന്ന് പറയുന്നത് a/√2 ആണെങ്കിൽ അവിടുത്തെ കൈനറ്റിക് എനർജിയും നിങ്ങൾക്കറിയാം. അതായത് ഇത് a/√2 എന്ന് പറഞ്ഞ പൊസിഷനിൽ എത്തുമ്പോൾ അവിടുത്തെ കൈനറ്റിക് എനർജിയും അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആണ്. എന്ന് വെച്ചാൽ ടോട്ടൽ എനർജി ഈക്വലി ഷെയർ ചെയ്യപ്പെടും. അവിടുത്തെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആയിരിക്കും. നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതാണ്, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ നമുക്ക് പഠിച്ചു വെക്കാവുന്ന മറ്റൊരു ഐഡിയ ആണ്, ഇഫ് ഡിസ്പ്ലേസ്മെന്റ് y എന്ന് പറയുന്നത് a/2 ആണെങ്കിൽ, ഡിസ്പ്ലേസ്മെന്റ് y a/2 ആണെങ്കിൽ അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, നമ്മുടെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനിലിട്ട് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്ത് വരും? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക, നമ്മൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് പറയുമ്പോഴും നിങ്ങളത് ശ്രദ്ധിക്കണം, അതൊക്കെ ശ്രദ്ധിക്കണം. ഇവിടുത്തെ കൈനറ്റിക് എനർജി എത്രയായിരുന്നു? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. ഈ എനർജിയാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. കൺസർവേഷൻ ഓഫ് എനർജി, ഇതാണ് ഇവിടുത്തെ ടോട്ടൽ എനർജി, അത് കോൺസ്റ്റന്റ് ആണെന്ന കാര്യം നമുക്ക് പഠിച്ചു വെക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് അവിടുത്തെ ടോട്ടൽ എനർജി ആണ്. അത് ഇൻ ടേംസ് ഓഫ് ആംപ്ലിറ്റ്യൂഡിൽ നിങ്ങൾക്ക് പറയാം, ഇൻ ടേംസ് ഓഫ് ഒമേഗ സ്ക്വയറിൽ പറയാം, കെയിൽ പറയാം, ഡിപ്പെൻസ് ആണ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇത് പഠിച്ചു വെക്കാൻ പറ്റും.
യെസ്, അതൊക്കെ ഒന്ന് ഓർത്തോണം. അപ്പോൾ ഇനിയും ഡിസ്പ്ലേസ്മെന്റ് y ഈക്വൽ ടു a/2 ആണെങ്കിൽ അവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 3e/4 ആയിരിക്കും. അതുപോലെ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് e/4 ആയിരിക്കും. e/4 ആയിരിക്കും. സോ അവിടുത്തെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആയിരിക്കും. 3:1 ആയിരിക്കും. a/√2 1:1 ആയിരിക്കും. ക്ലിയർ? നിങ്ങൾ ആ ഗ്രാഫ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു കർവ് പഠിച്ചിട്ടുള്ളതല്ലേ അല്ലേ? യെസ്. വർക്ക് എനർജിയിലും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ? ഇതാരെയാ സൂചിപ്പിക്കുന്നത്? കൈനറ്റിക് എനർജി എവിടാ മാക്സിമം? മീൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇത് കൈനറ്റിക് എനർജിയാണ്. ഇതാരാ? എക്സ്ട്രീമിൽ മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇത് ടോട്ടൽ എനർജിയാണ്. ഈ ഗ്രാഫ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിലേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ? സെറ്റാണെന്ന് വിചാരിച്ചോട്ടെ. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് 1-2 ക്വസ്റ്റ്യൻ നോക്കി വരാം. ഇഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ആംപ്ലിറ്റ്യൂഡ് എ ഹാസ് സെയിം പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. അതായത് പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെ റേഷ്യോ 1:1 വരണം അല്ലേ? സെയിം പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി അല്ലേ? 1:1 വരുന്നത് എവിടെയാ? a/√2ലാണ്. ക്ലിയർ? ഇനി ഇത് ഡൗട്ട് ഉള്ളവർക്ക് എന്ത് ചെയ്യാം? നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ പഠിച്ചത് എന്താ? ഹാഫ് m ഒമേഗ സ്ക്വയർ a സ്ക്വയർ എന്നാണല്ലോ പഠിച്ചത്. ഹാഫ് m ഒമേഗ സ്ക്വയർ a സ്ക്വയർ എന്നാണ് പഠിച്ചത്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m ഇൻറ്റു ഒമേഗ സ്ക്വയർ എ എത്രയാണ്? ഇപ്പം a/√2 എന്നുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ ഇടുക. അപ്പോൾ എന്നാ വരും? ഇത് a സ്ക്വയർ √2 എന്ന് പറയുമ്പോൾ 2 വരും. ക്ലിയർ അല്ലേ? യെസ്, കറക്റ്റ് അല്ലേ? ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഈ കാണുന്നത് ആരാ? ഈ ഹാഫ് m ഒമേഗ സ്ക്വയർ a സ്ക്വയർ ആരാ? അത് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ പുതിയ കൈനറ്റിക് എനർജി k ഡാഷ്, നമുക്ക് k ഡാഷ് എന്ന് വിളിക്കാം. സോ k ഡാഷ് ഈക്വൽ ടു ഈ ഹാഫ് m ഒമേഗ സ്ക്വയർ a സ്ക്വയർ എന്ന് പറയുന്നത് ആക്ച്വലി ടോട്ടൽ എനർജിയാണ്. അപ്പോൾ ടോട്ടൽ എനർജിയുടെ പകുതിയായിട്ട് മാറുന്നു. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ഈ വാല്യൂസ് അറിഞ്ഞിരിക്കുകയെങ്കിൽ a/√2 ടോട്ടൽ എനർജി ഈക്വലി ഷെയർ ചെയ്യപ്പെടും. കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി തമ്മിലുള്ള റേഷ്യോ 1:1 ആണ്. a/√2 a/2ലാണ് 3:1 ആവുന്നത്. ഓക്കെ, അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കണ്ടോ. അപ്പോൾ ഇതൊക്കെ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്ത് പോകാൻ പറ്റുമെന്നേ. ഇവിടെ നമ്മൾ പഠിച്ചതാണ്, കുറച്ച് മുമ്പേ പഠിച്ചതല്ലോ. ഇഫ് ഡിസ്പ്ലേസ്മെന്റ് y ഈസ് ഈക്വൽ ടു a/2 ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയുടെ 1/4 കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 3e/4 ഇവരുടെ റേഷ്യോ 1:3 ആണ്. 1:3 ആണ് അല്ലേ? A particle executing simple harmonic, the ratio of the potential and kinetic energy of a particle when displacement is half, 1:3. 1:3 കണ്ടോ? സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വലിയ കാര്യമൊന്നുമില്ല. സിമ്പിൾ ലോജിക്കിൽ നമുക്ക് ചെയ്യാവുന്നത്. അടുത്ത നമുക്ക് നോക്കാം സ്പ്രിംഗ് മാസ് സിസ്റ്റം. നമുക്കറിയാം, ഒരു റൂഫിൽ ഒരു സ്പ്രിങ്ങിൽ ഒരു മാസ് സിസ്റ്റം ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്നു. അവന്റെ മാസ് m ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെയിം സിമ്പിൾ പെൻഡുലത്തിന്റെ SHMന്റെ കോൺസെപ്റ്റ് എടുത്താൽ മതി. ആ സിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്താൽ അതിങ്ങനെ കിടന്ന് ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ അവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ് പ്രപ്പോർഷണൽ ടു -x ആണ്, അല്ലെങ്കിൽ F is equal to -kx ആണ്. ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. അവിടെ നമ്മളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കുന്നു, സെയിം. പിന്നെ അതേപോലെ തന്നെ അവിടുന്ന് നമുക്ക് ഒമേഗ എന്ന് പറയുന്നത് ആരായിരുന്നു? √k/m ആണ്. അപ്പോൾ അതൊക്കെ സെയിം കോൺസെപ്റ്റ് എന്ന ഐഡിയ പഠിച്ചു വെക്കാം. പിന്നെ നമുക്ക് അവിടുന്ന് ചോദിക്കാം, ഇവിടുത്തെ വാട്ട് ഇസ് ദ ടൈം പീരീഡ്? ടൈം പീരീഡ് ഈക്വൽ ടു 2π × √m/k. ഇത് തെറ്റിപ്പോരുത്. ടൈം പീരീഡ് ഓഫ് ആൻ ഓസിലേഷൻ സ്പ്രിങ്ങിന്റെ കേസിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് √t is equal to 2π × √m/k. ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിന്റെ ടൈം പീരീഡ്. ഓക്കെ അല്ലേ? പിന്നെ വേണമെങ്കിൽ അവർക്ക് സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിന്റെ കേസിൽ എന്ത് ചെയ്യാം? ഈ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിനെ നമുക്ക് സീരീസും പാരലലും ആയിട്ട് കണക്ട് ചെയ്യാം. ഞാൻ സീരീസ് കോമ്പിനേഷനിലും
അതുപോലെ പാരലൽ കോമ്പിനേഷനിലും കണക്ട് ചെയ്തു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇവിടെ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം ഇതിൽ അറ്റാച്ച് ചെയ്യുന്നു. ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട്. അത് കഴിഞ്ഞൊരു സെക്കൻഡ് സ്പ്രിംഗ് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. ഇവിടെ ഒരു മാസ് കണക്ട് ചെയ്യുന്നു. ഇവിടുത്തെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K1, ഇവിടുത്തെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K2. അപ്പോൾ അവിടുത്തെ ടൈം പീരീഡ് T എന്ന് പറയുന്നത് എത്രയാ? 2π ഇൻറ്റു റൂട്ട് ഓഫ് m ബൈ K അല്ല, K ഇക്വലൻസ് എടുക്കണം. സീരീസിൽ ഓർത്താൽ മതി. K ഇക്വലന്റ് റെസിസ്റ്റൻസ് ഒക്കെ ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ്, കപ്പാസിറ്റൻസ് പോലെ. K ഇക്വലന്റ് എന്ന് പറയുന്നത് K1 K2 ബൈ K1 പ്ലസ് K2 ആണ്. ഇതേപോലെ അവർക്ക് എന്ത് ചെയ്യാം? പാരലലി സ്പ്രിങ്ങുകളെ അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ ഒരു മാസ് ഉണ്ട് M. ഇങ്ങനെ പാരലലി സ്പ്രിങ്ങുകളെ അറ്റാച്ച് ചെയ്യാം. ഇവന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K1 ആണ്, ഇവന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K2 ആണെങ്കിൽ ഇവിടെ കേസിൽ K ഇക്വലന്റ് എന്ന് പറയുന്നത് K1 പ്ലസ് K2 ആണ്. സെയിം ഇക്വേഷൻ. ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു T equal to 2π into root of m by K equivalent. 2π into root of m by K equivalent. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് ഇനിയും ഒരുപാട് ടൈപ്പ് കാര്യങ്ങൾ പറയാനാണെങ്കിൽ പറയാം. നമ്മുടെ ലിമിറ്റഡ് ടൈം പീരീഡ് ഉള്ളത് കൊണ്ട് ഒരു ടൈമിന് നമ്മൾ ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? ഇൻ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ the total mechanical energy of a system is E. If the mass of the oscillating particle P is doubled, then new energy of the system, total mechanical energy E ആണെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ടോട്ടൽ മെക്കാനിക്കൽ എനർജി E എന്ന് പറയുന്നത് ഹാഫ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ ഡയറക്റ്റ് എടുക്കാം, ഹാഫ് K(A²) എന്ന റിലേഷൻ എടുക്കാം. ഹാഫ് K(A²). ചിലർ ചിലപ്പോൾ ഏതെടുക്കുമെന്നറിയാവോ? ടോട്ടൽ മെക്കാനിക്കൽ എനർജി E ഈസ് ഈക്വൽ ടു ഹാഫ് m ω² A² എന്ന റിലേഷൻ എടുക്കും. എന്നിട്ട് ചിലർ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എനർജിക്ക് മാസുമായിട്ട് ബന്ധമുണ്ടല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ω² ഉണ്ട്. ആ ω² എന്ന് പറയുന്നത് K/m ആണ്. അപ്പോൾ ഈ m കട്ടായിപ്പോവും. അപ്പം നിങ്ങൾ ഈ റിലേഷൻ തന്നെ കണക്ട് ചെയ്ത് പഠിച്ചേ. എനർജി ഡിപ്പെൻഡ്സ് ഓൺ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം മാസ് ഡബിൾ ആക്കി എന്നതുകൊണ്ടല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് മെക്കാനിക്കൽ ദ മാസ്, ഇഫ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ബിക്കം ഡബിൾ, ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, എനർജി ഈസ് കോൺസ്റ്റന്റ്, ദെയർ ഈസ് നോ ചേഞ്ച്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ടൈം പീരീഡ്, സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ്. ആക്ച്വലി നിങ്ങൾ ഓർക്കുക, സിമ്പിൾ പെൻഡുലത്തിന്റെ ഒക്കെ ടൈം പീരീഡ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. നിങ്ങളത് പഠിച്ചിട്ടുള്ളതാണ് +1. ഞാൻ ഡെറിവേഷണൽ സൈഡിലേക്കൊന്നും പോകുന്നില്ല. എന്താണ് ടൈം പീരീഡ്? നമുക്കറിയാം, L ലെങ്ത് ഉള്ള ഒരു സിമ്പിൾ പെൻഡുലം ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നു റൂഫിൽ നിന്നും. സിമ്പിൾ പെൻഡുലത്തിന്റെ ഹാങ് ചെയ്ത മാസ് m ആണ്, മാസുമായിട്ട് യാതൊരു ഡിപ്പെൻഡൻസി ഇല്ല. ലെങ്ത് ഓഫ് ദ സ്ട്രിങ് L ആണ്. അങ്ങനെയാണെങ്കിൽ time period of a simple pendulum T is equal to 2π into root L by G. G effective എന്ന് വേണേൽ എടുത്തോളൂ നിങ്ങൾ. കാര്യം G എന്ന് പറയുന്നത് ഫ്രം ദി എർത്ത് സർഫസ് ആണ് നമ്മൾ എടുക്കുന്നത്. മൗണ്ടൈനിലേക്ക് കൊണ്ടുപോയി, ഹൈറ്റ് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇത്ര ഹൈറ്റ് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ഗ്രാവിറ്റേഷനുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക, അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ സിമ്പിളി ഇവിടെ അറ്റ് എർത്ത് സർഫസ്, സർഫസ് ഓഫ് എർത്ത്, ആ G ഇഫക്റ്റീവ് ആരാ? G ഇഫക്റ്റീവ് G ആണ്. അറ്റ് സർഫസ് ഓഫ് ദി എർത്ത് G ഇഫക്റ്റീവ് G ആണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. വളരെ സിമ്പിൾ ലോജിക്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L ബൈ G ആണ്. ഈ റിലേഷനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടുന്ന് പറയാം എന്താ, ടൈം പീരീഡ് പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ലെങ്ത് ആണ്. അതുപോലെ ടൈം പീരീഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ഗ്രാവിറ്റി ആണ്. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് എക്സാമിന് ചോദിക്കാം ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് എന്ന് പറയുന്നത് G × 1 - 2h/r ആണ്. അതായത് നമുക്കറിയാം ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് ലെസ് ദാൻ ഗ്രാവിറ്റി അറ്റ് എ സർഫസ് ആണ്.
ഗ്രാവിറ്റി ഹൈറ്റ് കൂടുന്തോറും ആര് കുറയും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ജിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും. അപ്പൊ ആസ് ജി ഡിക്രീസസ്, ജിയുടെ വാല്യൂ കുറഞ്ഞാൽ ടൈം പീരീഡ് കൂടും എന്ന കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ടൈം പീരീഡ് കൂടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്തു. ഇപ്പൊ മൗണ്ടന്റെ മണ്ടക്കോട്ട് എടുത്തുകൊണ്ട് പോയി. അപ്പൊ ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പെൻഡുലം എന്താവും? സ്ലോ ആകും എന്ന ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ വേണമെങ്കിൽ അവർക്ക് ഇവിടെ നമ്മളോട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം? ടൈം പീരീഡിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട്, സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് വെച്ചിട്ട് എറർ കാൽക്കുലേഷൻ ഒക്കെ വേണമെങ്കിൽ ചോദിച്ച് കാണാറുള്ളത്. നമുക്കറിയാം ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ടൈം പീരീഡ് പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ലെങ്ത് ആണ്. അപ്പൊ ടൈം പീരീഡ് പ്രപ്പോർഷണൽ ടു എൽ റൈസ് ടു 1/2 ആണ്. വേണമെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ചോദിക്കാം. ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100% which is equal to 1/2 into delta L by L into 100%. ഇതെന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ടൈം ആണ്. ഇതെന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ തന്നും ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാം. ക്ലിയർ ആണോ മക്കളെ? യെസ്. ഇത് പക്കയായിട്ട് ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ വേണമെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. അഡീഷണൽ ആയിട്ട് ഒരു ഇക്വേഷൻ പോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതായത് ഒരു ബീക്കറിൽ, ഇതൊരു ബീക്കറാണ്. ഈ ബീക്കർ നിറയെ വെള്ളമുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു സിമ്പിൾ പെൻഡിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നു വെള്ളത്തിൽ. ഇവിടെ വെള്ളത്തിലോട്ടൊരു സിമ്പിൾ പെൻഡിൽ ഹാങ് ചെയ്തിട്ടിരിക്കുന്നു. നമുക്കറിയാം എയറിലാണെങ്കിൽ ആസ് യൂഷ്വൽ ഇവന്റെ വെയിറ്റ് മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ, mg. പക്ഷെ ഇവിടുന്ന് ബോയിൻ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ക്ലിയർ? ഇവിടുത്തെ ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്ക് റോ ഡബ്ല്യു എന്ന് വിളിക്കാം. ഡെൻസിറ്റി ഓഫ് വാട്ടർ റോ ഡബ്ല്യു. ഈ ബോളിന്റെ സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി സിഗ്മ അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ടൈം പീരീഡ്, ഇവിടെ ഗ്രാവിറ്റിക്ക് മാറ്റം ഉണ്ടാവും, ഉറപ്പല്ലേ? അപ്പൊ നമുക്ക് പറയാം ഇവിടുത്തെ ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി ഡാഷ് ആണെന്ന് പറയാം. അപ്പൊ നമ്മുടെ പണി ആ ജി ഡാഷ് കണ്ടുപിടിക്കില്ല. അത് നമുക്ക് ബോയൻസി ഫോഴ്സ് ഒക്കെ എടുത്ത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഡെറിവേഷനിലേക്ക് ഒന്നും പോണ്ട. ഇവിടെ ജി ഡാഷ് എന്ന് പറയുന്നത് ജി ഇൻറ്റു 1 മൈനസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ബൈ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ്. ഇത് വെച്ച് ചെയ്യാവുന്നതാണ്. ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് റോ ബൈ സിഗ്മ. ഈ ഒരു ഇക്വേഷൻ ഒക്കെ അഡീഷണൽ ആയിട്ട് ഒന്ന് നോക്കി വെച്ചേക്കും. ഇതൊക്കെ ഒരു JEE എക്സാമിനാണ് പലപ്പോഴും ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ നമ്മൾ ചോദിച്ച് കണ്ടിരിക്കുന്നത്. ഒരു JEE ലെവലിലേക്കൊക്കെ പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കൊരു റീനീറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ലൊരു ക്വസ്റ്റ്യൻ വരും എന്നൊരു എക്സ്പെക്ടേഷനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് നോക്കി വരാം. അസർഷൻ റീസൺ ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എന്താ ചോദിച്ചിരിക്കുന്നത്? ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ലോങ്ങർ അറ്റ് ടോപ്പ് ഓഫ് മൗണ്ടെയിൻ ദാൻ അറ്റ് ബേസ് ഓഫ് ദ മൗണ്ടെയിൻ. ടൈം പീരീഡ് ഈസ് ലോങ്ങർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്താ? ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. നമ്മൾ കുറച്ച് മുമ്പ് ഇത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ മൗണ്ടെയിൻ്റെ മുകളിലോട്ട് പോകുന്നതോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും, ജി കുറയുമ്പം ടൈം പീരീഡ് കൂടും അല്ലേ? അങ്ങനെയല്ലേ? അപ്പം അങ്ങനെയല്ലേ പറഞ്ഞത്? ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ലോങ്ങർ, ടൈം പീരീഡ് ഈസ് ലോങ്ങർ. യെസ്, ശരിയാണ്. ഇനി റീസൺ, ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിക്രീസസ്. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ടൈം പീരീഡ് ഡിക്രീസസ്, ശരിയാണ്. ഇൻക്രീസ് ഇൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. കറക്റ്റ് അല്ലേ? ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിക്രീസസ്. ടൈം പീരീഡ് ഡിക്രീസസ് എപ്പോഴാണ്? വിത്ത് ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് ശരിയാണ്. യെസ്. അപ്പൊ നമുക്ക് ഏതെടുക്കാം? ആൻസർ ഏതെടുക്കാം? ഓപ്ഷൻ സി എടുക്കാം. ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ഇറ്റ് ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? T is the time period of a simple pendulum on the earth surface. Its
time period become xt. T is the time period. Okay, T is the time period at the earth surface. Its time period become xt when taken to a height h is equal to r above the earth surface. When taken to a height h is equal to r, നമ്മൾ കൊണ്ടുപോയ ഹൈറ്റ് എന്തായിട്ട് മാറി? r ആയിട്ട് മാറി. അപ്പൊ ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ്, ഇപ്പൊ നിങ്ങൾ കൊണ്ടുപോയ ഹൈറ്റ് r ആയിട്ട് മാറി. നമുക്കറിയാം ടൈം പീരീഡിന്റെ ഇക്വേഷൻ ടി ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി ആണ്. ഇപ്പം നിങ്ങൾ പുതിയ ടൈം പീരീഡ് കണ്ടുപിടിക്കണം. ടി ഡാഷ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി ഡാഷ് ആയി. അപ്പൊ അല്ലേ, കാരണം നിങ്ങൾ ഹൈറ്റിലോട്ട് കൊണ്ടുപോയില്ലേ, അപ്പൊ നിങ്ങൾ ജി ഡാഷ് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ജി ഡാഷ്? ഒന്നെങ്കിൽ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും ഇക്വേഷൻ ഒക്കെ അല്ലേ. ജി ഡാഷ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ, നമുക്ക് ബേസിക് ഇക്വേഷൻ എഴുതാം, ജി ഡിവൈഡഡ് ബൈ 1 പ്ലസ് g divided by 1 plus h by r അല്ലെ, h by r the whole square. ഇത് ന്യൂമറേറ്ററിൽ പോകുമ്പോഴാണ് നമ്മൾ -2h ഒക്കെ കയറി വന്ന് എക്സ്പോണൻഷ്യൽ വെച്ച് അപ്രോക്സിമേഷൻ എടുക്കുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ എഴുതാനുള്ള റീസൺ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, h 6 ആണ്. അപ്പൊ ഈ h 6 ആയിട്ട് മാറും. അപ്പൊ ഇത് 6 ആയി. അപ്പൊ ഇത് ഇതിലൂടെ വെട്ടിയാൽ 1 + 1 2 ആവും. 2ന്റെ സ്ക്വയർ 4 ആയിട്ട് മാറും. ഗ്രാവിറ്റി g by 4 ആയിട്ട് മാറും. സോ അങ്ങനെയാണെങ്കിൽ therefore time period t dash equal to 2π in the root of L by G dash G by 4 ആയിട്ട് മാറും. അപ്പൊ ആ 4 മാത്രം മോളിൽ പോകും. പക്ഷെ 4 മോളിൽ പോകുമ്പോൾ അത് റൂട്ടിനകത്ത് തന്നെയാണ്. അപ്പൊ റൂട്ടിന് പുറത്തേക്ക് എടുക്കുമ്പോൾ അത് 2 ടൈംസ് 2π in the root of L by G ആയിട്ട് മാറി. അതായത് അത് 2 ടൈംസ് ആയിട്ട് മാറും അല്ലേ, കറക്റ്റ് അല്ലേ? യെസ്, 2 ടൈംസ് ഡബിൾ ടി ആയിട്ട് മാറും. സോ ഈ കാണുന്ന വാല്യൂ ടി ആണ്. സോ ആൻസർ ഈസ് 2t. അപ്പൊ എക്സിന്റെ വാല്യൂ കാണാനാണ് ചോദിച്ചത്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിട്ട് മാറും. കാര്യം 2xt ആകുമെന്നാണ് പറയുന്നത്, 2t ആയിട്ട് മാറും. സോ എക്സിന്റെ വാല്യൂ 2 ആണെന്ന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മക്കളെ. കുറെ ടോപ്പിക്കുകൾ പറഞ്ഞു, കുറെ നല്ല ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവരും ആത്മാർത്ഥമായി പ്രിപ്പയർ ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഇനിയും കണ്ടുമുട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.